പ്രൈസ് ദി ലോർഡ്. കർത്താവിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയ ദൈവമക്കളെ, നമ്മെ താങ്ങുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആരെല്ലാം മാറിപ്പോയാലും നമ്മെ വിട്ട് മാറാതെ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളത് കൊണ്ട് ഈ നാളുകളിൽ ആ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് നമുക്ക് ആ യേശുവിൻ്റെ പാത പിൻഗമിക്കാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 41 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 12 വചനം നമുക്ക് വായിക്കാം. നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു, നിന്റെ മുൻപിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. അതെ, നാം താണുപോയി വീണുപോയി എന്ന് തോന്നിയ സാഹചര്യങ്ങൾ എത്രയോ കടന്നുപോയി അല്ലേ? എങ്ങനെയാണ് നാം ഇതുവരെ നിന്നത്? കർത്താവ് നമ്മെ താങ്ങിയത് കൊണ്ടല്ലേ? മാത്രമല്ല, ഒരു നിലനിൽപ്പില്ല. ഇനി എങ്ങനെ നിൽക്കും, ഇനി എങ്ങനെ ഉറച്ചു നിൽക്കും എന്ന് കരുതി എത്രയോ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു. എന്നാൽ കർത്താവ് നമ്മെ നിർത്തിയത് കൊണ്ടാണ് നാം എന്നും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ നാം നിൽക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസപാതയിൽ നാം നിലനിൽക്കുന്നത്. ആ ദൈവം ഇനിയും നമ്മെ നിലനിർത്തുവാനും നമ്മെ താങ്ങുവാനും സർവശക്തനാണ്. അതിവിടെ നാം വായിച്ചു, നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു. ഒരിക്കലും നിഷ്കളങ്കത വിട്ട് മാറാതെ നമുക്ക് ഇനിയും മുന്നോട്ട് നീങ്ങാം. നാം നിഷ്കളങ്കരായി എളിയവരെ ആദരിക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, കരുതുമ്പോൾ, ഹൃദയംഗമായി നാം അവരോട് ഇടപെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് നേരെ കടന്നു വരുന്നത് ആമേൻ സ്തോത്രം കുത്തുവാക്കുകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. എന്നാൽ തളർന്നു പോകരുത്. ഇവിടെ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു തുടങ്ങുന്നു. നിഷ്കളങ്കതയോടെ പെരുമാറുന്നൊരു മനുഷ്യനാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണിത്. എന്നാൽ ആ എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ അതേ അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവനെപ്പോൾ മരിച്ച് അവൻ്റെ പേര് നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. അതുപോലെ കപടവാക്ക് പറയുന്നു. ഹൃദയത്തിൽ നീതികേട് സംഗ്രഹിച്ചുകൊണ്ട് പുറത്തുപോയി പ്രസ്താവിക്കുന്നു. തമ്മിൽ മന്ത്രിക്കുന്നു, ദോഷം ചിന്തിക്കുന്നു. അത് ഇനി എഴുന്നേൽക്കയില്ലെന്ന് പറയുന്നു. അതൊക്കെ ആരാ പറയുന്നേ? നാം വിശ്വസിച്ചവനും അപ്പം തിന്നുന്നവനുമായ പ്രാണസ്നേഹിതൻ പോലും കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇതൊക്കെ ആർക്കു നേരെയാണ് കടന്നു വരുന്നത്? നിഷ്കളങ്കന് നേരെ, എളിയവനെ ആദരിക്കുന്നവന് നേരെ. അതേ സ്തോത്രം, കർത്താവ് കൃപ തോന്നി ഓരോ ദിവസവും നടത്തുന്നവന് നേരെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ വീണ്ടും സങ്കീർത്തനകാരൻ പറയുന്നു, നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു. പ്രാണസ്നേഹിതന്മാർ പോലും എതിരായപ്പോഴും, ആമേൻ സ്തോത്രം സ്തോത്രം, പലരും ദോഷം നിരൂപിച്ചപ്പോഴും, കപടവാക്ക് പറഞ്ഞപ്പോഴും, ആമേൻ ഉള്ളിൽ മന്ത്രിച്ചപ്പോഴും, സ്തോത്രം ഹല്ലേലൂയ, ആമേൻ എഴുന്നേൽക്കയില്ല എന്ന് പറയുമ്പോഴും, ആമേൻ ഇവിടെയൊന്നും തളർന്നു പോകാതെ ഇന്നുവരെ നിലനിൽക്കുന്നത് ദൈവം ആമേൻ സ്തോത്രം താങ്ങുന്നത് കൊണ്ടാണ്. താങ്ങുന്നതിൻ്റെ കാരണം നിഷ്കളങ്കത്വമാണ്. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ പ്രതിസന്ധികൾ ചിലപ്പോൾ നാമം അഭിമുഖീകരിക്കുന്നുണ്ടാകാം. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ, എൻ്റെ നിഷ്കളങ്കത കൊണ്ടല്ലേ ഞാനത് അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ നിഷ്കളങ്കതയോട് അവരോട് പെരുമാറിയത് കൊണ്ടല്ലേ എന്നോട് ഇത്ര കാഠിന്യത്തോട് പെരുമാറുന്നത് എന്നൊന്നും നാം ചിന്തിച്ച് ഭാരപ്പെടേണ്ട. നാം ആമേൻ സ്തോത്രം യേശു പറഞ്ഞതുപോലെ ആമേൻ നിഷ്കളങ്കതയുള്ളവരായി തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആമേൻ നിഷ്കളങ്കതയോടെ നാം ജീവിക്കുമ്പോൾ നമ്മെ താങ്ങുന്നൊരു കർത്താവ് കൂടിയുണ്ട്. ആരുടെ കൈകൾ ആമേൻ സ്തോത്രം ആരെല്ലാം കൈ മലർത്തിയാലും, ഹല്ലേലൂയ, നമ്മെ പിടിച്ചിരിക്കുന്ന ഏതൊക്കെ കരങ്ങൾ നമ്മെ കൈ വിട്ടാലും കർത്താവിൻ്റെ കരം നമ്മെ താങ്ങും. സ്തോത്രം. മാത്രമല്ല, നിന്റെ മുൻപിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളും. ഒരു നിഷ്കളങ്കനെ ആമേൻ ഈ ഭൂമിയിലും കർത്താവ് താങ്ങി വഴി നടത്തും, കൃപ നൽകി ജയത്തോടെ നടത്തും. മാത്രമല്ല, എന്നേക്കും ആമേൻ സ്വർഗരാജ്യത്തിലും അതിൻ്റെതായ പ്രതിഫലം നമുക്ക് ലഭിക്കുവാനും ആമേൻ സ്തോത്രം ഇടയായി തീരും. അതേ യൂദായുടെ പുസ്തകത്തിൽ അവിടെ ലേഖകൻ ഇങ്ങനെ പറയുന്നുവല്ലോ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ
നിർത്തുവാൻ കഴിവുള്ള കർത്താവ്. യൂദായുടെ ലേഖനം അതിൻ്റെ 24-ാം വചനം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി, അതേ നിഷ്കളങ്കരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. ആയതിനാൽ നിഷ്കളങ്കത്തെ വിട്ടുമാറേണ്ട. നിഷ്കളങ്കതയോടെ നാം മുൻപേ ചെയ്തു വന്ന കാര്യം നമുക്കിനിയും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാം. ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് നമ്മെ കരം പിടിച്ച് താങ്ങും, നമ്മെ തൻ്റെ മുൻപിൽ നിർത്തിക്കൊള്ളും. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതിന് പ്രകാരം ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. കർത്താവെ, നിഷ്കളങ്കതയോടെ എന്ത് തന്നെ വന്നാലും കർത്താവ് നിഷ്കളങ്കതയോടെ ചെയ്യുക. വീണ്ടും ഞങ്ങളതിനെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നതിനാഥ കർത്താവെ, അങ്ങ് ഞങ്ങളെ താങ്ങുന്ന ദൈവമായി, ഞങ്ങളെ നിലനിർത്തുന്ന ദൈവമായി കൂടെയുള്ളതിനായ സ്തോത്രം. ഈ ഭൂമിയിൽ മാത്രമല്ലല്ലോ കർത്താവ്, വീഴാതെ ഞങ്ങളെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.